ഈ ആൺപിള്ളേരൊക്കെ വളർത്തുമ്പോഴത്തേക്കുണ്ടല്ലോ അവര് സ്ട്രോങ് ആകാനായിട്ട് ഈ മസിൽ കൊണ്ടല്ല, ഫാമിലിയിലെ അച്ഛനും അമ്മയൊക്കെ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ടാണ് അവരെ വളർത്തേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ, അവരുടെ ലൈഫില് സൈലന്റ്ലി അവർ ബ്രേക്ക് ആവും. അങ്ങനെയുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണേ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ, ഈ ആൺപിള്ളേരുടെ ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്താല്, സപ്രസ് ചെയ്താല് എന്ത് സംഭവിക്കും? അവരോട് പറയാണ്, എടാ നീ ഒന്നും കരയാൻ പാടില്ലടാ. അപ്പൊ അങ്ങനെ പറഞ്ഞ അവന്റെ ഫീലിങ്സ് ശരിക്കും എന്ത് പറ്റും, അവന് ശരിക്കും ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവൻ കുറെ കഴിയുമ്പോൾ ഭയങ്കര ദേഷ്യക്കാരനായിട്ട് മാറും. എന്ത് കാര്യത്തിനും സ്ട്രെസ് എടുക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, കോൺസ്റ്റന്റ് ആയിട്ട് കമ്പയർ ചെയ്യും. മറ്റേ ആളെ മാർക്ക് നോക്ക് കേട്ടോ, നീ എന്താ കാണണേ, അവൻ എന്ത് ടാലന്റഡാ, നിനക്ക് ഇതൊന്നും പറ്റണില്ലടാ എന്ന് ഇങ്ങനെ ചോദിച്ചാലേ അവന്റെ കോൺഫിഡൻസ് ഒക്കെ പോകും. കാര്യം ഓരോ പിള്ളേർക്കും ഒരു സമയമുണ്ട്. ചില പിള്ളേര് എന്താണ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര മിടുക്കന്മാരാവും, ഒത്തിരി മാർക്സ് മേടിക്കും. പക്ഷെ ചിലരുടെ സമയം എപ്പോഴാവണേ, ചിലപ്പോൾ അവനൊരു ജോലിയൊക്കെ കിട്ടിയിട്ടായിരിക്കും വളരെ പെർഫോമിംഗ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അപ്പൊ അതിനെ വിശ്വസിക്കണം, അവന്റെ സ്ട്രെങ്തിൽ ഫോക്കസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്താണ്, ആൺപിള്ളേരുടെ റെസ്പോൺസിബിലിറ്റി എടുപ്പിക്കാതെ വളർത്തുന്നത്. കാര്യം അവൻ ബോയ് അല്ലേ, പഠിച്ചാൽ മതി, വേറെ വീട്ടിലെ കാര്യം ഒന്നും ചെയ്യണ്ട, ഒരു ഉത്തരവാദിത്വം ചെയ്യണ്ട, അതൊക്കെ ശരിക്കും പെണ്ണുങ്ങൾ ചെയ്തോട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കില്ല. ഈ പണിയൊക്കെ വീട്ടിലെ അടുക്കള പണിയാവട്ടെ, സാധനം പോയി മേടിക്കുന്നതാവട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് അറിയാമോ, അവന് ബിൽഡ് ചെയ്യണത് ഒരു ഡിസിപ്ലിൻ ആണ്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പയ്യനാവാനായിട്ടുള്ള കപ്പാസിറ്റിയാണ് അവന് കൊടുക്കണേ. അപ്പൊ ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും, റെസ്പോൺസിബിൾ ആയിട്ട് പോകും, ഒരു അച്ചടക്കം ഉണ്ടാവില്ല, ഒരു അലക്ഷ്യമായിട്ട് ജീവിക്കുന്ന ഒരാളായിട്ട് മാറും. നാലാമത്തെ കാര്യം എന്താണ്, ലാക്ക് ഓഫ് റോൾ മോഡലാണ്. അവന്റെ വീട്ടിൽ അവന്റെ അച്ഛനുണ്ടല്ലോ, അല്ലെങ്കിൽ അവന്റെ അച്ഛൻ, മുത്തച്ഛൻ, ഇവരെയൊക്കെ കണ്ടിട്ടാണ് പിള്ളേര് വളരണത്. ഇപ്പൊ ഇവര് ഒരു റെസ്പെക്ട്ഫുൾ അല്ല, കള്ളത്തരം പറയും, ഒരാളോട് ഒരു കൈൻഡ്നെസ് ഒന്നും ഇല്ലാത്തവനാണെങ്കിലുണ്ടല്ലോ, ആ കുഞ്ഞിനും ഈ തെറ്റായിട്ടുള്ള ബിഹേവിയർ അവൻ കോപ്പി അടിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ പറയണ വാക്കുകളൊന്നും അവര് കേൾക്കൂല, നമ്മൾ പറയുന്ന ലെക്ചേഴ്സ് അവർക്ക് താല്പര്യമില്ല, അവർ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കണേ. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊക്കെ ജീവിച്ചാലുണ്ടല്ലോ മക്കൾ അടിപൊളിയാവും. ഇത് എഗ്രി ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.